ഇന്ന് ഉച്ചയോടെ സംഭവിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുടെ വിശദാംശങ്ങളാണ് നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. വിഴിഞ്ഞത്ത് നിന്നും കൊച്ചിയിലേക്ക് പോയ കപ്പൽ അപകടത്തിൽപ്പെട്ടു. അപകടത്തിൽപ്പെട്ട കപ്പലിൽ നിന്നും പുറത്തേക്ക് പോയ കാർഗോകൾ വളരെ ആശങ്ക ഉയർത്തുന്നതാണ്. അതിൽ നിന്നും 2 രാസ വസ്തുക്കൾ അടങ്ങിയിട്ടുള്ള രണ്ട് സബ്സ്റ്റൻസ്, കെമിക്കൽ സബ്സ്റ്റൻസ് അത് കടലിൽ പതിക്കപ്പെട്ടു, കടലിൽ സ്പ്രെഡ് ചെയ്തു എന്ന സ്ഥിരീകരണമാണ് ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത്. അതിൽ പ്രകാരമുള്ള അലർട്ടാണ് ഇപ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള തീരപ്രദേശങ്ങളിൽ ഇപ്പോൾ മുന്നറിയിപ്പായി നൽകിക്കൊണ്ടിരിക്കുന്നത്. ആളുകളൊക്കെ തന്നെ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നു. MSC എൽസ A3 എന്ന കപ്പലാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ആ കപ്പലിൽ നിന്നാണ് മറൈൻ ഓയിൽ ഉൾപ്പെടെ സ്പ്രെഡ് ചെയ്ത് കടലിലേക്ക് പോയിരിക്കുന്നത് എന്ന അറിയിപ്പാണ് ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് അപകടം, എങ്ങനെയായിരുന്നു അപകടം, എപ്പോഴായിരുന്നു, പിന്നീട് എന്തൊക്കെ സംഭവിച്ചു എന്ന കാര്യങ്ങൾ അതിവേഗത്തിൽ വിവരിക്കാൻ അനന്തകൃഷ്ണൻ ചേരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് അനന്തൻ, എന്താണ് സംഭവിച്ചത് എന്ന് പ്രേക്ഷകരുടെ അറിവിലേക്ക്. പ്രതീക്ഷ, നമുക്ക് തികച്ചും അപരിചിതമായ ഒരു അപകടമാണ് നമ്മളുടെ തീരത്ത്, നമ്മുടെ കടലിൽ, അറബിക്കടലിൽ സംഭവിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് ഗ്രാഫിക്സിന്റെ സഹായത്തോടെ പ്രേക്ഷകർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്, എന്ത് കപ്പലാണ്, എങ്ങനെയാണ് അപകടം സംഭവിച്ചതെന്ന് നോക്കാം. ഇത് വിഴിഞ്ഞത്ത് നിന്ന് കൊച്ചിയിലേക്ക് പോയ കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. അത് MSC എൽസ 3 എന്ന ലൈബീരിയയിൽ രജിസ്റ്റർ ചെയ്ത കപ്പലാണിത്. വിദേശ കപ്പലാണ്. 184 മീറ്റർ നീളവും ഒപ്പം തന്നെ 20-25 മീറ്റർ വീതിയുമുള്ള ഒരു കപ്പലാണ് ഈ MSC എൽസ 3 എന്ന് പറയുന്നത്. ഇന്നലെ വിഴിഞ്ഞത്ത് നിന്ന് വൈകുന്നേരം പുറപ്പെട്ടതാണ്. ഇന്ന് വൈകുന്നേരം 4:30 ഈ കപ്പൽ കൊച്ചിയിൽ എത്തേണ്ടതായിരുന്നു, കൊച്ചി തുറമുഖത്ത് എത്തേണ്ടതായിരുന്നു. അതിനിടയിൽ ഇന്ന് ഉച്ചയ്ക്ക് 1:35 ഈ കപ്പലിൽ നിന്ന്, MSC എൽസ 3 എന്ന് പറയുന്ന കപ്പലിൽ നിന്ന് ഒരു അപായ സന്ദേശം കോസ്റ്റ് ഗാർഡിന് കിട്ടുന്നത്. അത് കൊച്ചിയിൽ നിന്ന് ഏതാണ്ട് 38 നോട്ടിക്കൽ മൈൽ അകലെ എത്തുമ്പോഴാണ് ഈ അപകടം സന്ദേശം കോസ്റ്റ് ഗാർഡിന് കിട്ടുന്നത്. അത് ഏകദേശം നമ്മുടെ ആലപ്പുഴ തീരത്തിനൊക്കെ അടുത്തായിട്ട് വരും. കടലിൽ ആ ഭാഗത്താണ് കപ്പൽ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ഈ കപ്പൽ പരിശോധിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ കപ്പലുമായി ബന്ധപ്പെട്ട് കോസ്റ്റ് ഗാർഡ് നൽകുന്ന വിവരം അനുസരിച്ച് ആ കപ്പലിൽ 24 ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. ആ ജീവനക്കാരെല്ലാം തന്നെ വിദേശികളാണ്. ഒപ്പം റഷ്യൻ സ്വദേശിയായ ക്യാപ്റ്റനാണ് ഈ കപ്പലിന് നേതൃത്വം നൽകുന്നത്. അതിൽ 9 പേർ അപ്പോൾ തന്നെ ഈ കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ടു. അപകടമുണ്ടായപ്പോൾ തന്നെ ലൈഫ് ജാക്കറ്റ് അടക്കം ഉപയോഗിച്ചുകൊണ്ട് കപ്പലിൽ നിന്ന് കടലിലേക്ക് ചാടി രക്ഷപ്പെട്ടു എന്നാണ് കോസ്റ്റ് ഗാർഡ് അറിയിക്കുന്നത്. ശേഷിക്കുന്ന 15 പേരെ രക്ഷപ്പെടുത്താനുള്ള രക്ഷാപ്രവർത്തനമാണ് കോസ്റ്റ് ഗാർഡ് ഇപ്പോൾ നടത്തുന്നത്. അവിടെ ലൈഫ് ബോട്ടുകൾ അടക്കം എത്തിച്ചിട്ടുണ്ട്. കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകൾ എത്തിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ കോസ്റ്റ് ഗാർഡിന്റെ എയർക്രാഫ്റ്റ്, രക്ഷാവിമാനങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. ഈ അവശേഷിക്കുന്ന 15 പേരെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവർക്ക് വേണ്ടുന്ന ലൈഫ് ജാക്കറ്റ് അടക്കമുള്ള സംവിധാനങ്ങൾ ഈ കപ്പലിന്റെ സമീപത്തേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നാണ് കോസ്റ്റ് ഗാർഡ് വ്യക്തമാക്കുന്നത്. ഏതായാലും ഇത്രയുമാണ് ഈ ഗ്രാഫിക്സിലുള്ളത്. അപ്പോൾ വളരെ ഗൗരവമായ, അല്ലെങ്കിൽ നമുക്ക് അപരിചിതമായ ഒരു അപകടം നമ്മുടെ തീരത്ത് സംഭവിച്ചിരിക്കുന്നു. ആ കപ്പലിലുള്ള ജീവനക്കാരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം കോസ്റ്റ് ഗാർഡ് നടത്തുന്നു. അതിനൊപ്പം തന്നെ മറ്റൊരു ഗൗരവമായ കാര്യം, ഈ കപ്പലിൽ നിന്ന് അപകടകരമായ അല്ലെങ്കിൽ വലിയ അപകടം സൃഷ്ടിക്കാൻ ശേഷിയുള്ള മറൈൻ ഗ്യാസ് ഓയിൽ അടക്കമുള്ള ഇന്ധനം കടലിലേക്ക് വീണു പോയിട്ടുണ്ട്. നിരവധി കണ്ടെയ്നറുകളുണ്ട്. അതിന് ചോർച്ചയും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ തീരദേശത്തേക്ക് എന്ത് ഹാനി ഉണ്ടാകും അപകടം സംബന്ധിച്ച് പ്രേക്ഷകരുടെ അറിവിലേക്ക് ഇന്ന് നടന്ന കാര്യങ്ങളാണ് വിവരിച്ചത്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, അനന്തൻ, ഈ പറഞ്ഞ കെമിക്കൽ സബ്സ്റ്റൻസിന്റെ കാര്യം, അത് നമുക്കുള്ള ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ചൊക്കെ നോക്കുമ്പോൾ അത് ഈ വെരി ലോ സൾഫർ ഫ്യൂവൽ ഓയിൽ, മറൈൻ ഓയിൽ, ഇതൊക്കെ പതിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന പ്രോബ്ലംസ്, അത് തീരപ്രദേശങ്ങളെയൊക്കെ തന്നെ എത്രത്തോളം അത് ബാധിച്ചേക്കാം. ആരും അടുത്തേക്ക് പോകരുത്, തുടരുത് എന്നൊരു മുന്നറിയിപ്പാണ് ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതിനപ്പുറത്തേക്ക് നമ്മൾ ഇതിനെ ഒരു ആഴത്തിൽ ഈ വസ്തുക്കളെ സമീപിച്ചു കഴിഞ്ഞാൽ അത് പ്രകൃതിക്കുണ്ടാകുന്ന, അല്ലെങ്കിൽ പാരിസ്ഥിതികമായിട്ടൊക്കെ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് എത്രത്തോളമാണത്? പ്രതീക്ഷ, നമുക്കിപ്പോൾ കോസ്റ്റ് ഗാർഡ് നൽകുന്ന വിവരമനുസരിച്ച് ആ കപ്പലിൽ നിന്ന് പുറത്തേക്ക് വീണ കണ്ടെയ്നറുകൾക്കുള്ളിൽ ഉള്ളത് മറൈൻ ഗ്യാസ് ഓയിലും ലോ സൾഫർ ഫ്യൂവൽ ഓയിലുമാണ്. അതിനൊപ്പം തന്നെ ഹൈ ഡെൻസിറ്റി ഡീസലും ഉണ്ട് എന്നുള്ള വിവരവുമുണ്ട്. ഇതെല്ലാം പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ്. വലിയ തോതിൽ ഹാനികരമായ ഉൽപ്പന്നങ്ങൾ തന്നെയാണ്. ഇത്തരം ഈ ഇന്ധനങ്ങൾ നമ്മുടെ കടലിൽ വീണുപോയാൽ, കടലിൽ പരന്നു കഴിഞ്ഞാൽ അത് പ്രകൃതിക്കും ഒപ്പം തന്നെ മനുഷ്യനും മറ്റ് ജീവജാലങ്ങൾക്കുമൊക്കെ അപകടങ്ങൾ ഉണ്ടാക്കും എന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഇനിയിപ്പോൾ നമുക്ക് അറിയാനുള്ളത്, ഇത്രയും അപകടകരമായ വസ്തുക്കൾ ഒരു കണ്ടെയ്നറിൽ വഹിച്ചുകൊണ്ട് കപ്പൽ പോകുമ്പോൾ, ആ കപ്പലിൽ നമ്മൾ ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്യുമ്പോൾ ഇത്തരം ഈ മറൈൻ ഗ്യാസ് ഓയിലൊക്കെ കൊണ്ടുപോകുമ്പോൾ പാലിക്കേണ്ട രക്ഷാ പ്രോട്ടോക്കോളുകളുണ്ട്, സുരക്ഷാ പ്രോട്ടോക്കോളുകളുണ്ട്. ആ പ്രോട്ടോകോൾ ഈ കപ്പൽ പാലിച്ചിട്ടുണ്ടോ? കാരണം ഇത്രയും വലിയ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അതിന് അടുത്ത നിമിഷങ്ങളിൽ സ്ഥിരീകരിക്കപ്പെടേണ്ടതാണ്. അതായത് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെട്ടിട്ടുണ്ടോ, അപകടം എങ്ങനെ സംഭവിച്ചു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റായി മാറുന്നുണ്ട്. കാരണം ഇത്രയും
അധികം അളവിൽ കണ്ടെയ്നറുകൾ 400 കണ്ടെയ്നറുകളൊക്കെ കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായി സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ സംബന്ധിച്ച് എന്തെങ്കിലും പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇതിൽ വ്യക്തത വേണം. വരും നിമിഷങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. ബിനിൽ കൊച്ചിയിൽ നിന്ന് കൂടി ചേരുന്നുണ്ട്. ബിനിൽ, ഇപ്പോൾ കോസ്റ്റ് ഗാർഡിന്റെ ഭാഗത്തു നിന്നുള്ള വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ, പ്രധാനപ്പെട്ട കാര്യം ആ കപ്പലിലുള്ള ജീവനക്കാരെ സംബന്ധിച്ച്, അവരുടെ സുരക്ഷ സംബന്ധിച്ച്, ജീവൻ സംബന്ധിച്ച് എന്താണ് പുതിയ അപ്ഡേറ്റ്? തരത്തിലാണ് നമ്മൾ കാണേണ്ടത്. ഒന്ന്, ഈ കപ്പലിൽ 24 ജീവനക്കാരുണ്ടായിരുന്നു. ആ 24 ജീവനക്കാരിൽ 9 പേരെ മാത്രമാണ് ഇതുവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിരിക്കുന്നത്. മറ്റ് 15 പേർ അവരെ കണ്ടെത്തുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ കോസ്റ്റ് ഗാർഡ് പ്രധാനമായും ശ്രദ്ധ പതിപ്പിക്കുന്നത് 15 പേരെ രക്ഷപ്പെടുത്തുക എന്നതാണ്. ഈ കപ്പലിന്റെ മാസ്റ്റർ എന്ന് പറയുന്നത് റഷ്യൻ പൗരനാണ്. കൂടുതൽ ജീവനക്കാരും ഫിലിപ്പൈൻസിൽ നിന്നുള്ളവരാണ്. 20 പേർ ഫിലിപ്പൈൻസുകാരാണ് എന്നതാണ് വ്യക്തമാകുന്നത്. ഉക്രൈൻകാർ 2 പേരും ജോർജിയക്കാരൻ ഒരാളുമാണ് ഈ കപ്പലിലെ ജീവനക്കാരായിട്ടുള്ളത്. ഇതിൽ ആരെയൊക്കെയാണ് ഇതുവരെ രക്ഷപ്പെടുത്തിയത് എന്നത് സംബന്ധിച്ച അവരുടെ പേരുവിവരങ്ങൾ ലഭ്യമായിട്ടില്ല. അത് വൈകാതെ തന്നെ ലഭ്യമാകും. കാരണം ഈ കപ്പലിൽ അപകടവുമായി ബന്ധപ്പെട്ട് രക്ഷപ്പെടുത്തിയ 9 പേർ ഉള്ളത് മറ്റൊരു മർച്ചന്റ് ഷിപ്പിലാണ്. അവരിൽ നിന്ന് ആ വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. പ്രധാനമായും ഈ ജീവനക്കാരെ രക്ഷപ്പെടുത്തുക എന്നതാണ് കടലിൽ നടക്കുന്ന രക്ഷാപ്രവർത്തനത്തിന്റെ പ്രധാനപ്പെട്ട ദൗത്യമെന്നത്. അതോടൊപ്പം തന്നെ ഈ കപ്പലിൽ നിന്ന് താഴേക്ക് വീണിരിക്കുന്ന കാർഗോ, ആ കാർഗോ അപകടകരമായിട്ടുള്ളതാണ്. അത് കേരള തീരത്തേക്ക് ഒഴുകിയെത്തുമെന്നതാണ് നമ്മളിപ്പോൾ കരുതുന്നത്. അങ്ങനെ ഒഴുകിയെത്തിക്കഴിഞ്ഞാൽ അതെങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയും? ജനങ്ങൾക്ക് അപകടമില്ലാത്ത രീതിയിൽ ഇവിടെ പരിസ്ഥിതി മലിനീകരണം ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയും? അതാണ് മറ്റൊരു വിഷയം. ആ 2 തരത്തിലുള്ള ഒരു ഓപ്പറേഷനാണ് ഈ കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സംസ്ഥാന തീരത്ത് നടത്തുന്ന കാര്യങ്ങൾ സംബന്ധിച്ച വിശദീകരണങ്ങളാണ് നേരത്തെ നൽകിയത്. ഇപ്പോൾ കോസ്റ്റ് ഗാർഡ്, അതോടൊപ്പം തന്നെ തീരദേശ പോലീസ് എല്ലാവരും സംയുക്തമായി ഇക്കാര്യത്തിൽ സഹകരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഇത്തരത്തിൽ കണ്ടെയ്നറുകൾ, കാർഗോകൾ ഒഴുകി നടക്കുന്ന ആ വിവരങ്ങൾ കിട്ടിയാൽ അത് കൃത്യമായും അറിയിക്കാനുള്ള നിർദ്ദേശങ്ങൾ പോയിരിക്കുന്നു. അപ്പോൾ ഇത് ഏത് ഡയറക്ഷനിലേക്ക് പോകുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിലുള്ള കടലിലെ ഒഴുക്കും കാലാവസ്ഥയും ഒക്കെ അനുസരിച്ചാണ് ഇത് വടക്കൻ ജില്ലകളിലേക്ക്, കേരളത്തിന്റെ വടക്കൻ ജില്ലകളിലേക്ക് ഒഴുകിയെത്താനുള്ള ഒരു സാധ്യത നേരത്തെ ദുരന്ത നിവാരണ അതോറിറ്റി പ്രവചിച്ചത്. അതേ രീതിയിൽ തന്നെ കാര്യങ്ങൾ നടക്കുമോ എന്നത് ഇപ്പോഴും വ്യക്തമല്ല. അതുകൊണ്ട് തന്നെ കേരള തീരത്ത് പൊതുവിൽ തന്നെ വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കപ്പലിനകത്ത് ഏതാണ്ട് 400ഓളം കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ കപ്പൽ ചരിഞ്ഞു നിൽക്കുകയാണ്. 8ഓളം കണ്ടെയ്നറുകൾ താഴേക്ക് പതിച്ചിട്ടുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. ഇനി കൂടുതൽ ഈ കപ്പൽ ചരിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ കണ്ടെയ്നറുകൾ താഴേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. അത് ഇപ്പോഴും ഒരു അപകടകരമായ ഒരു വസ്തുതയായി നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ കോസ്റ്റ് ഗാർഡിനെ സംബന്ധിച്ചിടത്തോളം കോസ്റ്റ് ഗാർഡിന്റെ 2 കപ്പലുകൾ, നാവികസേനയുടെ 1 കപ്പൽ, അതോടൊപ്പം തന്നെ കോസ്റ്റ് ഗാർഡിന്റെ വിമാനം എന്നിവയാണ് ഇപ്പോൾ വ്യാപകമായ തെരച്ചിൽ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടാനിരിക്കുന്നതേ ഉള്ളൂ. പ്രധാനമായും അവരോട് ഫോക്കസ് ചെയ്യുന്നത് 15 കപ്പൽ ജീവനക്കാരെ രക്ഷപ്പെടുത്തുക എന്നതാണ്. അതിനുശേഷം ആണ് മറ്റേ ഈ കണ്ടെയ്നറുകൾ ഒഴുകി വരുന്ന സമയത്ത് അത്തരം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യേണ്ടത് കേരള തീരത്തുള്ള മറ്റ് ഏജൻസികളായിരിക്കും. എന്തായാലും വളരെ വലിയ തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത 2 പ്രധാനപ്പെട്ട പരിഗണനകളാണ് വേണ്ടുന്നത്. ഒന്ന്, ഇതിൽ കപ്പലിലുള്ള ആളുകളുടെ ജീവൻ സംബന്ധിച്ച് ജീവനക്കാരെ രക്ഷപ്പെടുത്തുക, ഇതിൽ അപകടത്തിൽപ്പെട്ട ആളുകളെ രക്ഷപ്പെടുത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നീട് നമ്മൾ സ്വീകരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ജാഗ്രത, ഈ കപ്പലിൽ നിന്നും പതിച്ച കാർഗോയിലുള്ള അപകടകരമായിട്ടുള്ള വസ്തുക്കളുടെ സാന്നിധ്യം എന്നത് അത് എത്രത്തോളം ഹാനികരമാണ്, എത്രത്തോളം അപകടം വരുത്തിവെക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ തീരപ്രദേശങ്ങളിലേക്ക് അടുത്തു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും, നമുക്കതിനെ എങ്ങനെ നിർവീര്യമാക്കാൻ കഴിയും, ജനങ്ങൾക്ക് ഒരു ജീവൻ പോലും അപകടത്തിലാകാത്ത രീതിയിൽ, അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് ലോങ് റണ്ണിങ്ങിൽ ഇനി വരും കാലങ്ങളിൽ പരിസ്ഥിതിക്ക് ദോഷമാകാത്ത രീതിയിൽ വിപുലമായ മത്സ്യസമ്പത്തിനെ ആശ്രയിച്ച് കഴിയുന്ന കടലിൻ്റെ മക്കൾക്ക്, മത്സ്യത്തൊഴിലാളികൾക്ക് ഉൾപ്പെടെ അവരുടെ ജീവൽ പ്രശ്നമായി മാറാതിരിക്കാനുള്ള നിയന്ത്രണങ്ങളും ജാഗ്രതയുമാണ് നമുക്ക് വേണ്ടത്. അനന്തൻ, വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ പറഞ്ഞതുപോലെ, ഒന്ന് ഇവരുടെ ജീവൻ രക്ഷിക്കുക എന്നതാണ് പ്രഥമ പരിഗണനയായി നൽകുന്നത്. പിന്നീടുള്ള ജാഗ്രതാ നിർദ്ദേശം, അത് ഏവരും നമ്മുടെ കടലോരത്തെ സംബന്ധിച്ചോളം വിപുലമായ കടൽ തീരപ്രദേശങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു സംസ്ഥാനമാണ്. അപ്പോൾ അവിടെ ഉണ്ടാക്കാവുന്ന നമ്മുടെ ആശങ്കകൾ വളരെ വലുതാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എല്ലാ തരത്തിലുള്ള മുന്നറിയിപ്പും മുൻകരുതലുമാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്.
പ്രതീക്ഷ കോസ്റ്റ് ഗാർഡ്, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് നേരത്തെ തന്നെ അവരുടെ സന്ദേശത്തിൽ അവരുടെ ഈ രക്ഷാപ്രവർത്തനത്തിന്റെ സ്വഭാവം എന്താണ് എന്ന് വ്യക്തമാക്കിയിരുന്നു. ഒരു തരത്തിലും മനുഷ്യ ജീവൻ നഷ്ടപ്പെടാതെ കാക്കുക, അതിനൊപ്പം തന്നെ പ്രകൃതിക്ക് വലിയ ആഘാതമുണ്ടാകാതെ സംരക്ഷണം ഒരുക്കുക. ഈ രണ്ട് കാര്യങ്ങൾ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള രക്ഷാദൗത്യമാണ് നമ്മളുടെ കേരള തീരത്ത് ഇപ്പോൾ കോസ്റ്റ് ഗാർഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കപ്പലിലുള്ള വിദേശത്ത് നിന്നുള്ള കപ്പൽ ജീവനക്കാർ 20 ആൾക്കാരെ, ഏതാണ്ട് 15 പേരുണ്ട് ഇനി ആ കപ്പലിൽ. 24 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ 9 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള 15 പേരെ അവർക്ക് ഒരു ഹാനിയും സംഭവിക്കാതെ രക്ഷപ്പെടുത്തുക എന്നുള്ള ദൗത്യം, അതിൻ്റെ പുരോഗമനം നടക്കുന്നു. പക്ഷേ അതിനുശേഷം വലിയൊരു പ്രയത്നമാണ് ഇനി വേണ്ടുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഏതാണ്ട് 8ലധികം കണ്ടെയ്നറുകളിലായി ഈ ഇന്ധനം, അത് ഏതാണ്ട് 300 ടണ്ണിലധികം ഈ കടലിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അത് ഏത് രീതിയിലുള്ള ആഘാതം നമുക്കുണ്ടാക്കും, നമ്മുടെ തീരദേശത്ത് ഉണ്ടാക്കും എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. അത് സംബന്ധിച്ച് വിദഗ്ധരൊക്കെയാണ് അതിന്റെ പ്രതികരണങ്ങൾ. അനന്തൻ സൂചിപ്പിച്ചതുപോലെ വിദഗ്ധരുടെ പ്രതികരണങ്ങൾ നമ്മൾ ലഭ്യമാക്കും. കാരണം നമ്മൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയും? നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ ഏറെയുള്ള കാസർഗോഡ് മുതൽ തിരുവനന്തപുരം മുതൽ വ്യാപിച്ചു കിടക്കുന്ന നമ്മുടെ തീരപ്രദേശത്തൊക്കെയുള്ള ആളുകളെ സംബന്ധിച്ചോളം അവർക്ക് ആശങ്കയുടെ നിമിഷങ്ങൾ. അത് പാനിക്ക് വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങൾ പാനിക്കാകേണ്ടതില്ല, നമ്മൾ കൈകാര്യം ചെയ്യുക, വിദഗ്ധ നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നതാണ് വളരെ പ്രധാനപ്പെട്ട പോയിന്റ്.